ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം എന്താണെന്ന് കാലം തെളിയിക്കുമെന്ന് പറയാറുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെ പരിഹസിക്കാനും വിമർശിക്കാനും ആയിരങ്ങൾ കാണും. പക്ഷെ ആ തീരുമാനങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോൾ അന്ന് കല്ലെറിഞ്ഞവർ തന്നെ ഇന്ന് കൈയടിക്കാൻ മുന്നോട്ട് വരും. അതാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കരുത്ത്. ഒരു കാലത്ത് നരേന്ദ്രമോദി എന്ന പേര് കേട്ടാൽ നെറ്റിച്ചുളിച്ചവർ, മോദി സർക്കാരിന്റെ ഓരോ നയങ്ങളെയും കണ്ണടച്ചെതിർത്തവർ, രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം വിമർശനങ്ങൾ തൊടുത്തുവിട്ടവർ, ഒടുവിൽ അവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, അന്ന് മോദി പറഞ്ഞതായിരുന്നു ശരി. മോദി എടുത്ത തീരുമാനങ്ങളാണ് ഈ രാജ്യത്തിന് കരുത്തായത്. അതെ, തമിഴകത്തിന്റെ ഉലകനായകൻ കമൽഹാസൻ പോലും ഇപ്പോൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും രാപ്പകൽ മോദിയെ കുറ്റപ്പെടുത്താൻ മാത്രം സമയം കണ്ടെത്തുമ്പോൾ ഇവിടെ കഥ മാറുകയാണ്. പക്ഷാപാത രാഷ്ട്രീയത്തിന് മുകളിൽ രാജ്യത്തിന്റെ നന്മയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് കമൽഹാസൻ എടുത്ത ഒരു പുതിയ തീരുമാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. എന്താണ് ആ കഥ? ഒടുവിൽ മോദിക്ക് മുന്നിൽ പ്രതിപക്ഷത്തിന്റെ അന്ധമായ വിമർശനങ്ങൾ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വിശദമായി തന്നെ നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. കമൽഹാസൻ രാജ്യത്തെ പൗരന്മാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. വിഷയം മറ്റൊന്നുമല്ല, ആഗോള ഊർജ പ്രതിസന്ധിയും ഇന്ധന സംരക്ഷണവും. ലോകമെമ്പാടും എണ്ണ പ്രതിസന്ധി രൂക്ഷമാകുന്നു. സമുദ്ര വ്യാപാര പാതകൾ തടസ്സപ്പെടുന്നു. 60-ലധികം രാജ്യങ്ങൾ ഇതിനകം തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു കഴിഞ്ഞു എന്ന് കമൽഹാസൻ കൃത്യമായ കണക്കുകളോടെ ചൂണ്ടിക്കാണിക്കുന്നു. സിംഗപ്പൂർ പ്രധാനമന്ത്രി പോലും തന്റെ ജനങ്ങളോട് വരാനിരിക്കുന്ന കടുത്ത പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറായിക്കോളാൻ ആവശ്യപ്പെട്ട കാര്യം കമൽഹാസൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്താണെന്നോ? ഈ പ്രതിസന്ധി മുൻകൂട്ടി കണ്ട് നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കാൻ ഇന്ധനവും ഊർജവും സംരക്ഷിക്കണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് നടത്തിയ ആഹ്വാനത്തെ കമൽഹാസൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നതാണ്. അന്ധമായ രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം രാജ്യം ഒരു വലിയ വെല്ലുവിളി നേരിടുമ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുക എന്നത് ഒരു പൗരന്റെ കടമയാണെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. നമുക്കെല്ലാം അറിയാം, മുൻപ് പലപ്പോഴും മോദി സർക്കാരിന്റെ നയങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു, മോദി എടുക്കുന്ന തീരുമാനങ്ങൾ വ്യക്തിപരമായ ലാഭത്തിനല്ല, ഈ രാജ്യത്തിന്റെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് തന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ചായ്വുകൾ എന്തുതന്നെയായാലും ഈ നിർണായക ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് ക്രിയാത്മകമായ പിന്തുണ നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. മാറ്റം വരുന്നത് ഇങ്ങനെയാണ്. രാജ്യസ്നേഹം എന്നാൽ അന്ധമായ രാഷ്ട്രീയമല്ല എന്ന് കമൽഹാസൻ തെളിയിച്ചിരിക്കുകയാണ്. കേവലം ഒരു പിന്തുണയിൽ ഒതുങ്ങുന്നതല്ല കമൽഹാസന്റെ വാക്കുകൾ. അദ്ദേഹം രാജ്യത്തിന്റെ ചരിത്രത്തെയാണ് ഇവിടെ തൊട്ടുണർത്തുന്നത്. രാജ്യം പ്രതിസന്ധിയിലൂടെ കടന്നുപോയ മുൻകാല ചരിത്രങ്ങൾ അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 1962 യുദ്ധസമയത്ത് അതിർത്തിയിൽ പോരാടിയ നമ്മുടെ സൈനികർക്കായി ഭാരതത്തിലെ ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യവും വീട്ടു സാധനങ്ങളും സ്വർണവും വരെ നൽകി പിന്തുണച്ച ചരിത്രം മറന്നിട്ടില്ല. ഇന്ന് നരേന്ദ്രമോദിയുടെ മികച്ച ഭരണത്തിന് കീഴിൽ ഭാരതം അത്രയും ഒരു കടുത്ത പട്ടിണിയിലോ പ്രതിസന്ധിയിലോ അല്ല. രാജ്യം സുരക്ഷിതമാണ്. എങ്കിലും വരാനിരിക്കുന്ന ആഗോള വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ട് പ്രധാനമന്ത്രി ഒരു കരുതൽ ആവശ്യപ്പെടുമ്പോൾ അതനുസരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. രാജ്യത്തിന് വേണ്ടി ഇതിലും വലിയ ത്യാഗങ്ങൾ മുൻപുള്ളവരും ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഊർജ്ജ സംരക്ഷണത്തിലൂടെ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിച്ചുകൂടാ? ത്യാഗങ്ങൾ പൗരന്മാരിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കരുതെന്ന് പറയുമ്പോഴും താൻ ഒരു പൗരൻ എന്ന നിലയിൽ ഇതിന് തയ്യാറാണെന്ന് കമൽഹാസൻ വ്യക്തമാക്കുകയാണ്. പറയുന്നതിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിലും കാണിച്ചു തന്നിരിക്കുകയാണ് കമൽഹാസൻ. കോടികൾ ആസ്തിയുള്ള ആഡംബര ജീവിതം നയിക്കാൻ എല്ലാ സാഹചര്യങ്ങളുമായുള്ള ഒരു സൂപ്പർ താരം ഇന്ധനവും ഊർജവും സംരക്ഷിക്കണമെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്റെ യാത്രകൾ ഇക്കണോമി ക്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുന്നു. വിമാനത്തിലെ എക്സിക്യൂട്ടീവ് ക്ലാസിന്റെയും ഫസ്റ്റ് ക്ലാസിന്റെയും ആഡംബരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സാധാരണക്കാർക്കൊപ്പം ഇക്കണോമി ക്ലാസ്സിൽ കെട്ടിപ്പിടിച്ചിരുന്ന് യാത്ര ചെയ്യുന്ന കമൽഹാസന്റെ ചിത്രങ്ങൾ വെറുമൊരു വാർത്തയല്ല, അത് മോദിയുടെ ആഹ്വാനത്തിനുള്ള ലൈവ് പിന്തുണയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം തന്നെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ഊർജ്ജ സംരക്ഷണം അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കി കാണിച്ചു തരുന്നു. വാക്കുകളേക്കാൾ വലിയ പ്രവൃത്തിയിലൂടെ അദ്ദേഹം വിമർശകരുടെ വായടപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ
പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ ഗൗരവമായി വിലയിരുത്തേണ്ടത്. ഒരു വശത്ത് രാജ്യത്തിന്റെ നന്മയ്ക്കായി എടുത്ത തീരുമാനങ്ങളെ ഉൾക്കൊണ്ട് മുൻകാല മോദി വിരോധമെല്ലാം മറന്ന് കമൽഹാസനെ പോലുള്ളവർ മുന്നോട്ട് വരുമ്പോൾ, മറുവശത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ എന്താണ്? രാഹുൽ ഗാന്ധി എപ്പോൾ സംസാരിച്ചാലും എവിടെ പ്രസംഗിച്ചാലും അതിലൊരു സ്ഥിരം പല്ലവിയുണ്ട്: നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുക. അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോദി ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ്, രാജ്യം നശിക്കുകയാണ് എന്ന് സ്ഥാപിക്കാൻ മാത്രമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. രാജ്യം നേരിടുന്ന ആഗോള പ്രതിസന്ധികളെയോ അതിനെ മറികടക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളെയോ പോസിറ്റീവായി കാണാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. പോസിറ്റീവായ ഒരു ബദൽ നിർദ്ദേശവും മുന്നോട്ട് വെക്കാനില്ലാതെ വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം 24 മണിക്കൂർ മോദിയെ കുറ്റപ്പെടുത്തുന്നവർ കാണേണ്ടത് കമൽഹാസന്റെ ഈ നിലപാടാണ്. രാജ്യം ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുകയല്ല, മറിച്ച് ക്രിയാത്മകമായ പിന്തുണ നൽകുകയാണ് വേണ്ടത്. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ പക്വത ഇവിടുത്തെ പല പ്രതിപക്ഷ നേതാക്കൾക്കും ഇല്ലാതെ പോയി. വിമർശനങ്ങളാകാം, ജനാധിപത്യത്തിൽ അത് ആവശ്യമാണ്. പക്ഷേ അത് രാജ്യത്തിന്റെ വികസനത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന തരത്തിലുള്ള അന്ധമായ വിരോധമാകരുത്. മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പോലും എതിർക്കുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം ഇന്ന് ലോകം അംഗീകരിക്കുകയാണ്. മുൻപ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞവർ ഇന്ന് അദ്ദേഹത്തിന്റെ വഴിയാണ് ശരിയെന്ന് സമ്മതിക്കുന്നു. കമൽഹാസന്റെ ഈ വലിയ മാറ്റം മോദി എന്ന നായകന്റെ നയങ്ങൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണ്. അന്ധമായ മോദി വിരോധം തലയ്ക്ക് പിടിച്ച് രാജ്യത്തിന്റെ നേട്ടങ്ങളെ കാണാതെ പോകുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊരു വലിയ പാഠമാണ്. ഇനി ചില സമയങ്ങളിൽ ഭരണാധികാരികൾ എടുക്കുന്ന കടുത്ത തീരുമാനങ്ങൾ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. ജനപ്രിയമല്ലാത്ത നയങ്ങൾ എന്ന് പറഞ്ഞ് പലരും അതിനെ തുടക്കത്തിൽ എതിർത്തേക്കാം. കാരണം വർത്തമാനകാലത്തെ താൽക്കാലിക ലാഭങ്ങൾ മാത്രം നോക്കുന്നവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ദീർഘവീക്ഷണം കാണാൻ കഴിയില്ല. പക്ഷേ ചരിത്രം എപ്പോഴും സത്യത്തിന്റെ ഭാഗത്താണ്. കാലം കടന്നു പോകുമ്പോൾ ആ തീരുമാനങ്ങളുടെ ഗുണം രാജ്യം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അന്ന് വിമർശിച്ചവർക്ക് പോലും തങ്ങളുടെ തെറ്റ് തിരുത്തേണ്ടി വരും. കമൽഹാസന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നിലപാട് മാറ്റം കൃത്യമായി വിരൽ ചൂണ്ടുന്നത് ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയ പക്വത എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷം ഉണ്ടാവേണ്ടത് ഭരണപക്ഷത്തെ അന്ധമായി എതിർക്കാൻ വേണ്ടി മാത്രമല്ല, സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം തന്നെ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ഈ നാടിന്റെ നന്മയ്ക്കായി കൈകോർക്കാനും പ്രതിപക്ഷത്തിന് കഴിയണം. നിർഭാഗ്യവശാൽ ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷ നേതാക്കളിൽ നമ്മൾ കാണാതെ പോകുന്നതും ആ ഒരു പക്വതയാണ്. എതിർക്കാൻ വേണ്ടി മാത്രം എതിർക്കുക, എന്ത് നല്ല കാര്യം ചെയ്താലും അതിലൊക്കെ കുറ്റം മാത്രം കണ്ടെത്തുക എന്ന രാഷ്ട്രീയം ഒരു പരിധി കഴിഞ്ഞാൽ ജനങ്ങൾ തള്ളിക്കളയും. കാരണം ജനങ്ങൾക്ക് കാണേണ്ടത് വെറും ചെളിവാരി റീലുകളല്ല, മറിച്ച് ഈ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള ക്രിയാത്മകമായ ചർച്ചകളാണ്. വ്യക്തിപരമായ രാഷ്ട്രീയ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്തിന്റെ പൊതുവായ ആവശ്യങ്ങളിൽ ഭരണാധികാരിക്കൊപ്പം നിൽക്കാൻ തയ്യാറായ കമൽഹാസന്റെ ഈ നിലപാട് അന്ധമായ വിരോധം തലയ്ക്ക് പിടിച്ച ഇവിടുത്തെ പല രാഷ്ട്രീയക്കാർക്കുമുള്ള ഒരു തുറന്ന സന്ദേശമാണ്. ലോകത്തിനു മുന്നിൽ ഇന്ത്യ ഇന്നൊരു പുതിയ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ പലതും സാമ്പത്തികമായും ഊർജപരമായും പ്രതിസന്ധികളിൽ നിൽക്കുമ്പോഴും നമ്മൾ സുരക്ഷിതമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ കൃത്യമായ പ്ലാനിങ്ങും ശക്തമായ നേതൃത്വവുമുണ്ട്. നേതൃത്വത്തെ അംഗീകരിക്കാൻ വലിയ മനസ്സ് കാണിച്ച കമൽഹാസന്റെ ഈ മാറ്റം വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ജനങ്ങളാണ്. രാജ്യത്തിന്റെ നന്മയ്ക്കായി ഒന്നിച്ചു നിൽക്കണോ അതോ പഴയ അന്ധമായ രാഷ്ട്രീയ വിരോധവുമായി മുന്നോട്ട് പോകണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.